നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മാക്സിമം പവർ ഡെലിവേർഡ് ടു ആർ എൽ ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ്. ഇതിൽ ആർ എൽ എവിടെയാണ്? ഇവിടെയാണ് ആർ എൽ ഉള്ളത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ ആർ എല്ലിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? അക്കോർഡിംഗ് ടു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഒരു ലോഡിലോട്ട് മാക്സിമം പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ ആ ലോഡിന്റെ വാല്യൂ ആർ എൽ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിന്റെ ആർ തെവനിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആർ തെവനിൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം സർക്യൂട്ടിൽ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ടോന്ന്. ഒരു ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്, ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ഉണ്ട് 0.5 I1 ഇതിലൂടെ പോകുന്ന കറണ്ട് ആണ്. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഉണ്ടോ? 50 വോൾട്ട് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് പ്രൊസീജിയർ തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ? ഡിപ്പെൻഡന്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഈ ആർ എൽ റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു വി ടെസ്റ്റ് കണക്ട് ചെയ്യണം. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ടെസ്റ്റ്. ആ വി ടെസ്റ്റ് ബൈ ഐ ടെസ്റ്റിന്റെ റേഷ്യോ ആണ് നമ്മുടെ ആർ തെവനിൻ. അപ്പൊ നമുക്കത് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഈ സർക്യൂട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഓക്കെ, ഇവിടെ ഒരു 0.5 I1 എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഇവിടെ ഒരു 20 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ ആർ എൽ ഇവിടെ ഉള്ളത് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാണ്. ഈ റെസിസ്റ്റൻസ് നമ്മൾ എടുത്ത് കളയാണ്. ഈ ടെർമിനലിലാണ് നമ്മൾ ഈ ഒരു ടെർമിനൽ ആർ എൽ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ടെർമിനലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തെവനിൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, I1 ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഈ റെസിസ്റ്റൻസ് 40 ഓം ആണ്. ഈ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യും? വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റൻസ് എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ നമ്മളൊരു വി ടെസ്റ്റും ഐ ടെസ്റ്റും കണക്ട് ചെയ്യും. ഒരു വി ടെസ്റ്റും ഐ ടെസ്റ്റും കണക്ട് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ വി ടെസ്റ്റ്, ഇത് നമ്മുടെ ഐ ടെസ്റ്റ്. അപ്പൊ നമ്മുടെ ആർ ടി is equal to വി ടി ബൈ ഐ ടി. അതാണ് ആർ ടി. വി ടി നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും വി ടി അസ്യൂം ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോഡലൊക്കെ വെച്ച് ചെയ്യാം. I1 ഇത് കൂടെ ഈ 40 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I1. ഈ ബ്രാഞ്ച് ഒന്നും ചെയ്യണ്ട. ഇവിടെ നോക്കിയേ, 0.5 I1 പാരലൽ ടു 20 ഓം. I1 എന്ന് പറയുന്നത് ഈ 40 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കറണ്ട് സോഴ്സ് ഉള്ളത് 0.5 I1. ഒരു കറണ്ട് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണ്. അത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആക്കാൻ വേണമെങ്കിൽ അല്ലേ? അപ്പൊ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആവും. അപ്പൊ എന്തായിരിക്കും? ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആവും. അതിന്റെ വാല്യൂ എന്താണ്? V is equal to I into R. 0.5 into 20 എത്രയാണ്? 10. 10 I1 ആയിരിക്കും ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. പിന്നെ പാരലൽ ടു അല്ലേ? സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? കറണ്ട് സോഴ്സ് ഇൻ പാരലൽ ടു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് 20 ഓം തന്നെ ആയിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആവുമല്ലോ. ഇവിടെ വി ടി ഉണ്ട്, ഐ ടി ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, 40 ഓം ആണ്. ഈ 40 ഓം കൂടെ ഫ്ലോ ചെയ്യുന്നതാണ് I1. ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ വരുത്തണം എന്നത് ഈ I1 ഇല്ലേ, ഈ I1 40 ഓം കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ ടച്ച് ചെയ്യണ്ട, ഇവിടെ വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം. ഇത് വി ടി ആണ്. നമുക്ക് വി ടി ഒരു വാല്യൂ, ഇഷ്ടമുള്ള ഒരു വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യാം. എന്തായിട്ട് അസ്യൂം ചെയ്യാം? നമുക്ക് സപ്പോസ് വി ടി എന്ന് പറയുന്നത് ഒരു 80 വോൾട്ട് ആയിട്ട് അസ്യൂം ചെയ്യാം. അസ്യൂം വി ടി is equal to 80 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ടി എന്ന് പറയുന്നത് ഇപ്പോൾ 80 വോൾട്ട് ആണ്, ഇവിടെ 80 വോൾട്ട് ആണ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്. അപ്പൊ ഇവിടെ 80 വോൾട്ട് ആണല്ലോ ഈ നോഡില് അല്ലെ? ഒന്നുമില്ല, ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 80 വോൾട്ട് ആണ്, ഇത് ഇവിടെ ഒക്കെ ഗ്രൗണ്ട് ആണ്. കാരണം ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ സെയിം ലൈൻ ഇവിടെയും ഗ്രൗണ്ട്, ഇവിടെയും ഗ്രൗണ്ട്. അപ്പൊ നോക്കി I1 എത്രയായിരിക്കും? I1 എന്ന് പറയുന്നത് 80 മൈനസ് 0/40, 2 ആംപിയർ ആയിരിക്കും I1 അല്ലെ? സ്ട്രേറ്റ്
സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. ആ റെസിസ്റ്റൻസ് കൂടെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? 80 മൈനസ് 0, 80 വോൾട്ട്, 80/40, 2 ആംപിയർ കറണ്ട് ആണ് I1. I1 2 ആംപിയർ ആണെങ്കിൽ ഇത് എത്രയാണ്? 10 into 2, ഇത് 20 വോൾട്ട് ആണ് അല്ലേ? ഇവിടെ 20 വോൾട്ട് വരും. ഓക്കെ, ഇത് കൂടെ 2 ആംപിയർ ഫ്ലോ ചെയ്തു. IT നമുക്ക് അറിയില്ല, IT നമുക്ക് കണ്ടുപിടിക്കണം, എന്നാലാണ് VT/IT ചെയ്യാൻ പറ്റും. ഇവിടെ 80 വോൾട്ട്, ഇവിടെ 20 വോൾട്ട്. കറണ്ട് ഈ 20 ഓം റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്യില്ലേ? എത്ര ഫ്ലോ ചെയ്യും? ഇങ്ങനെ ഫ്ലോ ചെയ്യും. കാരണം ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് പോവും. ആ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഈ കറണ്ട് എത്രയാണ്? 80 മൈനസ് 20, 60/20, 80 മൈനസ് 20, 60, 60/20, 3 ആംപിയർ. ഓക്കെ, അപ്പൊ ഈ ഒരു നോഡ് നോക്കിയേ, ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അതായത് ഈ ഒരു നോഡിൽ നോക്കുമ്പോൾ 3 പാത്ത് ഉണ്ട്. 2 ആംപിയർ ഇങ്ങോട്ട് പോയി, 3 ആംപിയർ അങ്ങോട്ട് പോയി. രണ്ട് ഔട്ട് ഗോയിങ് കറണ്ട്സ്, ഒന്ന് 2 ആംപിയർ ഉണ്ട്, ഒന്ന് 3 ആംപിയർ ഉണ്ട്. രണ്ട് ഔട്ട് ഗോയിങ് കറണ്ട്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? സംതിങ് ഷുഡ് കം ഫ്രം ഹിയർ അല്ലെ? ഇവിടുന്ന് വരുന്ന സംതിങ് ആണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പൊ എത്ര വരണം? 3ഉം 2ഉം സ്പ്ലിറ്റ് ആയി പോകണമെങ്കിൽ ഈ IT എന്തായിരിക്കണം? 5 ആംപിയർ ആയിരിക്കണം. നമ്മള് VT 80 വോൾട്ട് ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന IT എത്രയാണ്? 5 ആംപിയർ ആണ്. അപ്പൊ RT എത്രയാണ്? VT/IT എന്ന് പറയുമ്പോൾ 80/5, 16 ഓം ആണ്. ഓക്കെ, അപ്പോ ഈ 16 ഓം RLന്റെ വാല്യൂ RThevenin, അതായത് 16 ഓം ആവുമ്പോഴാണ് മാക്സിമം പവർ ലോഡിലോട്ട് ഡെലിവർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുക, ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യുക, ഇൻഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്. പിന്നെ ആ ഒരു RLന്റെ അവിടെ ഒരു VT IT ടെസ്റ്റ് വോൾട്ടേജും ടെസ്റ്റ് കറണ്ടും കണക്ട് ചെയ്യുക. എന്നിട്ട് VT അസ്യൂം ചെയ്തിട്ട് IT കണ്ടുപിടിക്കുക. ഓക്കെ.